വയനാട് ജില്ലയിലെ വനാതിർത്തി ഗ്രാമങ്ങളിൽ കന്നുകാലികൾക്കിടയിൽ ചെള്ളുപനി പടർന്നു പിടിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 കന്നുകാലികളാണ് രോഗം ബാധിച്ച് ചത്തത്. പുൽപ്പള്ളി, വെള്ളുകൊല്ലി, ചേകാടി പ്രദേശങ്ങളിലെ ഒട്ടേറെ പശുക്കൾ ചികിത്സയിലുള്ളപ്പോൾ തന്നെ മറ്റു പല കന്നുകാലികളും ചെള്ളുപനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി വെളുകൊല്ലിയിലെ ചന്ദ്രാലയത്തിൽ ആനന്ദ് പ്രകാശിന്റെ 2 പശുക്കളാണ് ചെള്ളുപനി ബാധിച്ച് ചത്തത്. കൂടാതെ മറ്റ് 2 പശുക്കളിലും ചെള്ളുപനിയുടെ രോഗലക്ഷണങ്ങളുണ്ട്. വനാതിർത്തികളിൽ മേയുന്ന കന്നുകാലികളിലാണ് ചെള്ളുപനി വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ദേഹത്തുള്ള ചെള്ളുകൾ വനത്തിൽ മേയാൻ വിടുന്ന കന്നുകാലികളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചാണ് ചെള്ളുപനി നാൽക്കാലികളിലേക്ക് പകരാൻ കാരണമാകുന്നതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം. കന്നുകാലികൾക്കിടയിൽ ചെള്ളുപനി പടർന്നു പിടിച്ചതോടെ കാലി വളർത്തൽ ഉപജീവന മാർഗമാക്കി മാറ്റിയ പല കുടുംബങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. മൊത്തം 4 ഉണ്ടായി, 2 മരണപ്പെട്ടു. ചെള്ളുപനിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച 5-6 ദിവസം ഡോക്ടർ വന്ന് ചികിത്സ ചെയ്തു. ഡോക്ടർ വന്ന് അവത്രയും നോക്കി. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും തരണം. ചെള്ളുപനി പടരുമ്പോഴും പുൽപ്പള്ളിയിലെ മൃഗാശുപത്രിയിൽ ആവശ്യത്തിനുള്ള ചികിത്സയോ മരുന്നോ ലഭ്യമല്ലെന്നാണ് ക്ഷീര കർഷകരുടെ പരാതി. പഞ്ചായത്തിന്റെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയാണിപ്പോൾ കർഷകരുടെ ഏക ആശ്രയം. മരുന്നുക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നും അതോടൊപ്പം ചെള്ളുപനി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ക്ഷീര കർഷകരുടെ ആവശ്യം. റിപ്പോർട്ടർ, വയനാട്.